കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിൽ വൻ വെള്ളക്കെട്ട്. വഞ്ചൂർ ജംഗ്ഷൻ വെള്ളത്തിൽ മുങ്ങി. കോടതിയിലും പോലീസ് സ്റ്റേഷനിലും വെള്ളം കയറി. ഇതാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു അരമുക്കാൽ മണിക്കൂർ മഴ പെയ്തപ്പോഴേക്കും വെള്ളത്തിലായ അവസ്ഥയായി. രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, നമ്മുടെ ഓഫീസിന്റെ പരിസരങ്ങളിലൊക്കെ തന്നെ വെള്ളമാണ്. ഒരു അരമണിക്കൂർ പെയ്തപ്പോഴേക്കും ഇതാണ് അവസ്ഥ. ദിവസം ഏതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിലുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇതാ വഞ്ചിയൂർ കോടതിയുടെ മുൻവശമാണിത്. ഇതിനപ്പുറത്തേക്ക് കടക്കാൻ, അത് സ്കൂട്ടറിലൊക്കെ ആണെങ്കിൽ വലിയ പ്രയാസമാണ് കടക്കാൻ. കാരണം നമ്മളിവിടെ ഇപ്പോൾ എത്തിയപ്പോൾ ആ ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. സ്കൂട്ടർ ആ വെള്ളത്തിൻ്റെ പകുതിക്ക് വെച്ച് നിൽക്കുന്നു. പിന്നീട് അത് സ്റ്റാർട്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ കോടതിക്ക് മുന്നിലൂടെ ഉപ്പിലാമൂട് പാലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ വലിയ വെള്ളക്കെട്ടാണുള്ളത്. അതായത് ഒരു മണിക്കൂറിനടുത്ത് വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു. വേനൽ മഴയായിരുന്നു. ഈ 3 മണിക്കൂർ ഇടവിട്ട് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടി മഴയുണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു. പക്ഷേ ഇത്ര ശക്തമായ മഴയുണ്ടാകും എന്ന് പ്രവചിച്ചിരുന്നില്ല. എന്തായാലും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴികളില്ല. ഓട വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഈ പ്രദേശത്ത് ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവർ സൂക്ഷിക്കുക. കാരണം വലിയ ശ്രമകരമാണ് ഇതുവഴി കടന്നു പോകാൻ. ഇതിപ്പോൾ നിൽക്കുന്നത് വഞ്ചിയൂർ കോടതിക്ക് സമീപമാണ്. തൊട്ടപ്പുറത്താണ് പോലീസ് സ്റ്റേഷന് മുൻപിലൊക്കെ വലിയ വെള്ളമാണ്. തമ്പാനൂരിൽ സമാനമായ സാഹചര്യമാണുള്ളത്. നമുക്ക് കാണാം, ഒരു വ്യാപാര സ്ഥാപനമുണ്ട്, അതിന് മുന്നിൽ വെള്ളമാണ്. ഇവിടെ എല്ലാം ഈ സമയത്ത് വലിയ തിരക്കും ആളുകളുമുള്ള സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ വലിയ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി അല്ലെങ്കിൽ അത് തുടങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം വാഹനങ്ങൾ കൃത്യമായൊരു അതിര് പോലുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെള്ളമുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ എത്തുകയാണ്. എന്തായാലും ഈ കടയിൽ ഇപ്പോൾ ആളുകൾ ആരുമില്ല. വലിയ വെള്ളക്കെട്ട് ഈ പ്രദേശത്ത് ഉണ്ട്. വലിയ വെള്ളക്കെട്ടുണ്ട്. ഇവിടെ ഉള്ളതാണോ? വലിയ വെള്ളക്കെട്ടായാലോ? അത്ര മഴ പെയ്തോ? നല്ല മഴ പെയ്തു. ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ വെള്ളം കിട്ടുന്നതാണല്ലോ. ഇല്ല, ഇത് പെട്ടെന്ന് ഉണ്ടായ മഴ കൊണ്ട് ഉണ്ടായതാണ്. ഒഴുകി പോകാൻ ഓടയൊന്നും ഇല്ലെന്നോ? ഇല്ല, ഇവിടെ അല്ല, ഓടയുണ്ട്. അത് എന്താണെന്നറിയില്ല. പെട്ടെന്നുണ്ടായ നല്ലപോലെ മഴ പെയ്തില്ല, വെള്ളപ്പൊക്കം. അതെ, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതായത് ഇരുചക്ര വാഹനം ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് പോയിരിക്കുകയാണ്. അങ്ങനെ ഇതുവഴി യാത്ര ഇപ്പോൾ എന്തായാലും ഈ വെള്ളം ഒഴിഞ്ഞു പോകുന്നത് വരെ യാത്ര ദുസ്സഹമായിരിക്കും, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ. അത് തന്നെയാണ് ഇപ്പോൾ ഈ സമീപത്തെ എന്തായാലും ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങി പോകേണ്ട വഴിയാണ്. ആ സമയമാകുമ്പോഴേക്കും വെള്ളം കുറേയൊക്കെ ഒഴിയുമെന്ന് കരുതാം. ഇപ്പോൾ ഇത് പ്രേക്ഷകർ കാണുന്ന ഈ സ്ഥലം സ്മാർട്ട് റോഡ്, കോടികൾ മുടക്കി സ്മാർട്ട് റോഡ് പണിത് ആ ഭാഗമാണ്. അതായത് ലൈനുകളെല്ലാം മണ്ണിനടിയിലൂടെ പ്രത്യേക ബോക്സുകൾ നിർമ്മിച്ച് അതിനുള്ളിലൂടെ ആക്കി മാറ്റിയ സ്ഥലമാണ്. പക്ഷേ വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടത്ര സംവിധാനങ്ങളുണ്ടോ എന്നൊരു സംശയമാണ് നിലവിലുള്ളത്. തൊട്ടപ്പുറത്തെ കൈതമുക്കിലുമൊക്കെ ഇത് തന്നെയാണ് സ്ഥിതി. അത്രയേറെ 1 മണിക്കൂറോളം പെയ്തപ്പോഴേക്കും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണ്. രാഹുലാണ് വഞ്ചൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.